നീ എന്താ പതിവില്ലാതെ ഈ ഡ്രസ്സില്? എന്താ വിശേഷം? അല്ലേലും നിനക്കെന്താ പെണ്ണേ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ മയങ്ങി നിൽക്കാന്? ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറക്കണോ? നീ വാ, അങ്ങനെ ഇപ്പൊ ശരിയാവില്ല കേട്ടോ. ഇന്ന് ഇഷമോളുടെ ബർത്ത്ഡേയാ, വല്ലതും അറിയോ? ശരിയാ, ഞാൻ മറന്നുപോയി. അതാ ഞാനും പറഞ്ഞത്, നിങ്ങളൊക്കെ മറക്കും, പക്ഷെ ഞാനൊന്നും മറക്കൂല. അതൊക്കെ പോട്ടെ, എന്താ ഇന്നത്തെ പരിപാടി? നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാലോ? അത് ശരിയാ, എന്തപ്പോ ചെയ്യാ? നമുക്ക് ഇതൊരു ആഘോഷമാക്കിയാലോ? ഏതായാലും അവൾ നമ്മളോട് തെറ്റി നിൽക്കുകയാണ്, അപ്പോൾ നല്ല രസം ഉണ്ടാവും നമ്മളെല്ലാരും കൂടിയിട്ട് ഈ പ്രോഗ്രാമുകൾ അടിച്ചു പൊളിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എന്താടി മരപ്പോത്തെ? തുടങ്ങിയിട്ടുണ്ടോ? തല്ലുകൂടാതെ കാര്യം പറ. ഒരു കാര്യം വരുമ്പോ ഇങ്ങനെ അടി കൂടിക്കൊണ്ട് കാര്യം പറ. എന്തിനാ വിളിച്ചേ? എന്താ ഒന്ന് പറഞ്ഞു തലക്ക്. തുടങ്ങിയോള്. എന്താ കാര്യം? അങ്ങനെ വരട്ടെ. ഇനി ഇഷമോൾക്ക് നമുക്ക് നല്ലൊരു ഫ്രോക്ക് വാങ്ങി കൊടുത്താലോ? വാവ്, അത് നല്ല ഐഡിയ. അപ്പൊ എനിക്കോ? നിന്റെ പിറന്നാളിന് നിനക്കും തരാം. ഇതിപ്പോ എങ്ങനെയെങ്കിലും അമ്മയോട് കാശ് വാങ്ങണം. അമ്മയോട് നല്ല സോപ്പിട്ട അമ്മ നമുക്ക് കാശ് തരും. ചോദിച്ചോക്കാം. ചേച്ചിയൊന്നും അറിയണ്ട, ചേച്ചിക്കും സർപ്രൈസ് ആവട്ടെ. അത് ശരിയാ. എന്നാ വാ, വേഗം പോയി നമുക്ക് കുഞ്ഞിനോട് ചോദിച്ചു നോക്കാം. ഡൺ. പാറു, അമ്മയോട് ചോദിക്ക് വേഗം. ഞാനോ? അമ്മ എന്നെ ചീത്ത പറഞ്ഞാലോ? ചോദിക്ക് വേഗം. അയ്യേ, പുതിയ ഡ്രസ്സ് എടുത്തിട്ടിട്ട് എങ്ങോട്ടേക്കാണ്? എന്താ നിങ്ങൾ ഫാൻസി ഡ്രസ്സ് വല്ല പരിപാടി ഉണ്ടോ? ഇന്നലെ ഇഷ, ഇന്നിപ്പോ ഇവളോ? ഇതെന്നെ പണി നിങ്ങൾക്ക്? അയ്യോ, ഇനിയിപ്പോ ഈ ഡ്രസ്സിനൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് പൂട്ടി വെക്കും? ഏതല്ലെന്ന് എന്തല്ലെന്ന്? നിങ്ങൾക്കിത് എന്തിന്റെ കേട പിള്ളേരെ? ഒന്നും പറയണ്ട, വേഗം ആ ഡ്രസ്സ് മടക്കി വെച്ചോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വല്ല കല്യാണം വല്ലതുണ്ടോ? ഇഷമോളെ ബർത്ത്ഡേക്ക് നീ എന്തിനാ ഉടുപ്പിടുന്നത്? നിന്നോടാരെപ്പോഴും പുതിയ ഡ്രസ്സ് എടുത്തിടാൻ പറഞ്ഞു? എന്റെ അമ്മയെ, ഞങ്ങളിപ്പോ വന്നത് ഈശമോളെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങും, ക്യാഷ് വേണം, അതിനാ. അതെ മുത്തശ്ശി, ഞങ്ങൾക്ക് പൈസ വേണം. ഇന്നലെ ഈശമോള് കുറെ കരഞ്ഞതല്ലേ, ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കട്ടെ. അതപ്പൊ നന്നായത്. ഇപ്പൊ ഞാൻ എവിടുന്നപ്പോ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരാം? അച്ഛനോട് പോയി ചോദിക്കാൻ പറ. പാറു, പോയി അച്ഛനോട് ചോദിക്കേ. അതൊന്നും പറ്റൂല, അച്ഛനോടൊന്നും വയ്യ. അച്ഛൻ കണ്ട ചീത്ത പറയും. എന്റെ കയ്യിൽ ഇപ്പൊ അച്ഛന് മീൻ വാങ്ങാൻ തന്ന പൈസേനുള്ളൂ. ഇനിയിപ്പൊ അതും കൂടി നിങ്ങൾക്ക് തന്നാ ഞാനിപ്പോ എങ്ങനെ മീനൊക്കെ വാങ്ങാം? അതെ അതെ, നിങ്ങൾക്ക് ഞാനിപ്പോ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരാം. എന്നിട്ട് അങ്ങോട്ട് തിന്നടാ കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് തുടങ്ങിക്കോളും രണ്ടെണ്ണം. അമ്മ ക്യാഷ് താ. അച്ഛൻ കൊണ്ടുവന്നോളൂ ഇന്ന് ചിക്കന്. അമ്മ ആ കാശ് ഞങ്ങൾക്ക് താ. എന്നാ ശരി, ഞാൻ തരാം. ഞാൻ നോക്കട്ടെ എവിടെയാ വെച്ചെന്നാവോ. ഫ്രിഡ്ജിന്റെ മേലൊക്കെ എവിടെയാ വെച്ച് ഇനി മറന്നുപോയി. ഫ്രിഡ്ജിന്റെ മേലെയാ? ചേച്ചി, അമ്മ പറയണ കേട്ടാ, ഫ്രിഡ്ജിന്റെ മേലെയാന്ന്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് തപ്പിയാലോ? തമാശ. വായൊന്ന് അടിച്ചാ അമ്മേന്റെ കുറെ കാശുണ്ട്, അമ്മ തരും. നമുക്ക് നല്ല ഡ്രസ്സ് വാങ്ങാം. എന്താ വീ തന്നതാ, ഞങ്ങൾ പോട്ടെ. അപ്പൊ നമുക്ക് പോവാം. വേഗം വാ, നല്ല ഡ്രസ്സ് നോക്കി വാങ്ങണം. കുട്ടികൾ വരുമ്പോഴത്തേന് അവരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. എന്താണ് ഇഷ, പറ. എന്നെ ഇവളൊരു ടി വി നോക്കാനും സമ്മതിക്കൂല. എന്തിനിപ്പോ നിനക്ക് പാറ ചേച്ചീനൊക്കെ? അതപ്പോ നന്നായത്. ഞാൻ പറയട്ടെ, ഞാൻ തന്നെ കുടുങ്ങിയോ? അവരെ അവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും, പോയി നോക്കേ. ആര് പറഞ്ഞു
പറഞ്ഞു ഇഷമോൾ ആർക്കും വേണ്ടാന്ന്. അമ്മന്റെ മടിയിൽ കയറി ഇരിക്കേ. വേണ്ട, ഞാൻ പോവാ. എനിക്ക് പാവ മാത്രം മതി. വാ പാവേ, നീ എന്റെ കൂട്ട് കൂടണം കേട്ടോ. നമുക്ക് നല്ലോണം കഴിക്കാം കേട്ടോ. ഞാന് നിന്നെ കുളിപ്പിച്ച് തരാട്ടോ. എന്നിട്ട് കമ്മസി ഇടണോ, പിന്നെ പൗഡർ ഇടണോ, സുന്ദരിയാവണം. എന്റെ വാവയ്ക്ക് ഞാന് കുറേ മേക്കപ്പ് ഒക്കെ കൊണ്ടുവരാട്ടോ. എന്നിട്ട് നല്ല സുന്ദരിയാവണം കേട്ടോ. എന്റെ അടുത്ത് നിറയെ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് തരാട്ടോ. കുപ്പായ ഇടണ്ടേ? കുപ്പായ ഇടട്ടോ. ഞാനിപ്പോ കൊണ്ടുവരാവേ. എന്ത്? ഇപ്പൊ കൊണ്ടുതരാട്ടോ. മേക്കപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ കൊണ്ടുവെക്കണം കേട്ടോ. കേടൊന്നും വരുത്തരുതേ. സാധനങ്ങളൊന്നും കേട് വരുത്തിയാ പിന്നെ ഉണ്ടാവൂല. നല്ല കുട്ടിയാണ്. അമ്മ ഇപ്പൊ വരട്ടോ. നമുക്ക് കുറച്ച് പണിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇടുന്നു കേട്ടോ. ഇന്നും കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക്